പന്തിയിൽ പക്ഷാഭേദമാണ് നന്ദനെ കാണിക്കുന്നതെന്ന് മനീഷിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതാപവർമ്മ. പ്രതാപവർമ്മ പറഞ്ഞതനുസരിച്ച് മനീഷ് കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. നന്ദനെ തകർക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്ന പ്രതാപവർമ്മയും കൂട്ടരും. മനീഷ് അതിന് കൂട്ടുനിൽക്കാമെന്ന് ഏൽക്കുന്നു. മനീഷിനെ ഒതുക്കത്തിൽ കണ്ട് കാർത്തികയെയും യതീന്ദ്രനെയും കൂടുതൽ വിശ്വസിക്കരുതെന്ന് പ്രതാപവർമ്മ. ഞാൻ പറയുന്നതനുസരിച്ചായിരിക്കണം മുന്നോട്ടുള്ള നീക്കങ്ങളെന്നും പ്രതാപവർമ്മ. ഇനി തുടർന്ന് കാണുക. മാട്രിമോണിയൽ കോളം കണ്ടിട്ട് പലയിടത്തുനിന്നും അന്വേഷണങ്ങൾ വന്നു കരി. നാട്ടിൽ ജോലിയുള്ള പെമ്പിള്ളാരെ, ഗൾഫുകാരികള്, ഉദ്യോഗം ഇല്ലാത്തവര്, പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, എന്ത് വേണ്ട ഒരുമാതിരിപ്പെട്ട കൊച്ചുങ്ങളൊക്കെ കൊള്ളാം. ഓരോന്നായിട്ട് പറയട്ടെ. എന്തിനാ മാവ വെറുതെ സമയം കളയുന്നു? നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരെണ്ണം പറഞ്ഞാ മതി. ആ, തത്ത് കുറിയെടുക്കുന്നത് പോലെ ഒരെണ്ണം എടുത്ത് കൊടുത്തോ, ഇവനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ. എന്നാലേ ഏറ്റവും മെച്ചമെന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുവച്ചു. അതിന്റെ വിവരങ്ങൾ പറയട്ടെ. അങ്ങോട്ട് വിവരിക്കണേ. അതിന് അവന്റെ പെർമിഷൻ വേണോ? വീട് വൈക്കത്ത് MSc പാസ്സായ പെൺകുട്ടിയാ. വെറും പാസ്സല്ല, ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാമ്പത്തികമായിട്ട് നല്ല ചുറ്റുപാടുണ്ട്. ഈ കുട്ടിയെ കൂടാതെ ഒരു അനിയനുണ്ട്, പഠിക്കുന്നു. പേര് ലക്ഷ്മി ശ്രീ. ആ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടു പ്രഭാര. വേണ്ട. അതെന്താ, നിനക്ക് കുട്ടിയുടെ ഫോട്ടോ കാണണ്ടേ? പിന്നെ ഒഴിഞ്ഞു മാറാനുള്ള പരിപാടിയാണോ? ആളിനെ നേരിട്ട് കാണാൻ പോവല്ലേ, പിന്നെന്തിനാ ഫോട്ടോ? നിങ്ങളുടെ അന്വേഷണത്തിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ എപ്പോ വേണേലും വരാൻ തയ്യാറാ. വർക്കിംഗ് ഡേയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. സ്ഥലം എവിടെയാന്നാ പറഞ്ഞേ? വൈക്കത്ത്. വൈക്കത്തപ്പന്റെ തിരുനടയിൽ നിന്ന് കഷ്ടിച്ചര കിലോമീറ്ററേ ഉള്ളെന്നാ പറഞ്ഞത്. പോവാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവൻ അതിന് സമ്മതിക്കുമെന്ന്. അതിന്റെ ക്രെഡിറ്റ് ഇയാളുടെ അടുത്തോ? ആരും അവകാശം പറഞ്ഞു വരുന്നില്ല അല്ലേ? പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി മാത്രമല്ല ഞാൻ വരുന്നത്. എനിക്ക് ആ കുട്ടിയോട് മാത്രമായിട്ട് സംസാരിക്കണം. അതൊരു പുതുമയാണോ? പെണ്ണ് കാണലിന്റെ കൂടെയുള്ള കീഴ്വഴക്കമല്ലേ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം? അങ്ങനെയല്ലേ അവർ തമ്മിൽ അറിയുന്നത്? തമ്മിൽ അറിയുന്നതിനപ്പുറം ആ കുട്ടി എന്റെ ചില കാര്യങ്ങൾ അറിയിക്കണം. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളെന്ന് നീ ഉദ്ദേശിക്കുന്നത് എന്താ? എന്നെ സമ്മതിക്കുന്നതെല്ലാം. ബയോഡാറ്റ അല്ല. നന്ദനയുമായി കല്യാണം ഉറപ്പിച്ചത്, അത് നടക്കാതിരുന്നത്, ഒടുവിൽ ശ്രുതിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് മുടങ്ങിയത്, അങ്ങനെ എല്ലാ വിവരങ്ങളും എനിക്കറിയിക്കണം. പിന്നീട് മറ്റാരെങ്കിലും പറഞ്ഞ് അറിയാൻ ഇടവരുമ്പോൾ പ്രശ്നമാവും. അത് വേണ്ട. എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വൈക്കത്തേക്ക് പോകാനുള്ള ഡേറ്റ് തീരുമാനിച്ചോളൂ. ഉദയേട്ടൻ മിക്കപ്പോഴും ട്രിപ്പ് പോകുന്നു വരുന്നു. നന്ദന സൗകര്യമുള്ളപ്പോൾ ഓഫീസിൽ പോകുന്നു. എത്ര നാളിങ്ങനെ തുടരാനാ? ചില തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുടെ ട്രിപ്പിന്റെ കാര്യത്തിലാണോ അതോ നന്ദനയുടെ ഓഫീസ് പോക്കിന്റെ കാര്യത്തിലാണോ ഒരു തീരുമാനം ഉണ്ടാവേണ്ടത്? ഉദയേട്ടൻ എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ യാത്ര പോകുന്നത് നിങ്ങളുടെ ഇഷ്ടം, വേണ്ടെന്നാരും പറഞ്ഞില്ല. ഇനി വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോയിരിക്കും. ഇവിടുത്തെ ബിസിനസിന്റെ വിഷയത്തിലാ തീരുമാനം ഉണ്ടാവേണ്ടത്. അതാ എതിയേട്ടൻ പറഞ്ഞത്. ടെക്സ്റ്റൈൽസ്, ടൂറിസ്റ്റ് ഹോം, കൺസ്ട്രക്ഷൻ കമ്പനി, മില്ല് എല്ലാം ഒരുമിച്ച് കിടക്കുകയാണ്. ഏതിൽ ആര് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നിശ്ചയമില്ല. അതിന് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. കുഴപ്പങ്ങൾ എന്താണെന്ന് കൂടി വ്യക്തമാക്കിയാ അതിന്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. ഏതൊക്കെ ബിസിനസ്സിൽ ആരൊക്കെയാ ശ്രദ്ധിക്കേണ്ടെന്ന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മതി. യതീന്ദ്രന് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതെന്താന്ന് കേട്ടെ. അല്ല, അങ്ങനെ ഞാൻ മുൻകൂട്ടി ആലോചിച്ച് വെച്ചിട്ടൊന്നുമില്ല.
ഇപ്പൊ തോന്നുന്നത് പറയാം. ടൂറിസ്റ്റ് ഹോമിന്റെ ചുമതല ഉദയേട്ടന് നോക്കാലോ. അതാകുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് എഴുതാനും വായിക്കാനും റൂം ഫെസിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നാടക ക്യാമ്പിനും മറ്റും മിനി ഓഡിറ്റോറിയം ഉണ്ട്. ചെറിയൊരു വാടക നിശ്ചയിച്ചാൽ മതി. ഉദയേട്ടൻ നാടകം പഠിപ്പിക്കുന്നതിന് നമ്മുടെ ഹോട്ടലിൽ വാടക ഈടാക്കാനോ? എന്താ ഇതേട്ടായി പറയുന്നത്? ഒന്നും വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ആ, കൺസ്ട്രക്ഷന്റെ സെക്ഷൻ കാർത്തിക നോക്കട്ടെ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊക്കെ ഉണ്ട്. വെയിൽ കൊള്ളണം, അലച്ചിലുണ്ട്, പിന്നെ കുറെ യാത്ര ചെയ്യണം. എന്നാലും അതാ എന്നെ ഏൽപ്പിക്കുന്ന ചുമതലയെങ്കിൽ ഞാൻ ചെയ്തോളാം. മില്ലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതല നന്ദന നോക്കട്ടെ. ആഹാ, കോൾ അടിച്ചല്ലോ നന്ദനെ. യാതൊരു ടെൻഷനും ഇല്ലാത്ത ഏരിയയാ നന്ദനയ്ക്ക് കിട്ടിയത്. മില്ലിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ വഴിക്ക് നടന്നോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാ മതി. കൺസ്ട്രക്ഷനാ പാടും. കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് തുണിക്കട കൊണ്ടു നടക്കാനാ. നല്ല മത്സരമുള്ള ഫീൽഡാ. ഒരു വർഷം ഒരു പുതിയ ഷോറൂം എന്ന കണക്കിനാ ടൗണിൽ കടകൾ വരുന്നത്. അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ പല അടവുകളും പയറ്റേണ്ടി വരും. സാരമില്ല, എന്തായാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. ടെക്സ്റ്റൈൽ ബിസിനസിന്റെ കാര്യത്തിൽ നമുക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. ഉദയേട്ടനെ അറിയാഞ്ഞിട്ടാ പ്രശ്നമുണ്ട്. യതിയേട്ടൻ പറഞ്ഞ തീരുമാനങ്ങള് നമുക്ക് നടപ്പിലാക്കാം, അല്ലേ? മുൻകൂട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യമില്ലായിരുന്നു. നിർദ്ദേശങ്ങൾ ഉണ്ടാവുക, ചർച്ച ചെയ്ത് ഡിസിഷനിലെത്തുക, അതിനല്ലേ ബിസിനസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അതെ അതെ. അല്ല, നന്ദനയ്ക്ക് അഭിപ്രായമൊന്നുമില്ലേ? കുന്നത്തൂർ കുടുംബം വക ബിസിനസ്. അഭിപ്രായം പറയാൻ തറവാട്ടിലെ 2 ആൺമക്കളും ഉണ്ട്. പിന്നെ ഞാനെന്ത് പറയാന്? അപ്പോ ഞാനും അഭിപ്രായം പറയാൻ പാടില്ലെന്നർത്ഥം. എന്തിനാ കാർത്തികേച്ചി എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ബിസിനസ് ചെയ്യാൻ വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമല്ല എന്ന് കരുതി എഡ്യൂക്കേഷൻ ഉള്ളതൊരു കുറവുമല്ല. യതീന്ദ്രൻ BCom ആണ് പഠിച്ചത്. അല്ല, അത് കഴിഞ്ഞ് ഞാൻ MCOMന് പോയായിരുന്നു. ഏട്ടൻ മറന്നുപോയോ? പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എക്സാം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത്. പിന്നെ കാർത്തിക ഞാൻ BSc ആയിരുന്നു, BSc ഹിസ്റ്ററി. നീ പറഞ്ഞത് തെറ്റിപ്പോയി. BSc അല്ല, BA ഹിസ്റ്ററി. അതെ അതെ, BA ഹിസ്റ്ററി. അതേസമയം നന്ദന പഠിച്ചത് ഫാഷൻ ഡിസൈനിങ്. സർട്ടിഫിക്കറ്റ് ഇല്ലേ? ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാ ഞാൻ ജയിച്ചത്. ഓ, ഫാഷൻ പഠിച്ച് ക്ലാസ് വാങ്ങാൻ ആർക്കും പറ്റും. അതേസമയം BSc ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കണം നന്ദനെ, ഭയങ്കര പാടാ. BA ഹിസ്റ്ററി. ഓ, BA ഹിസ്റ്ററി. കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥിതിക്ക് അതുമായി ബന്ധമുള്ള ടെക്സ്റ്റൈൽസിൽ നന്ദന ശ്രദ്ധിച്ചാൽ കൂടുതൽ ഗുണമുണ്ടാവും. ആർക്ക്? ബിസിനസ്സിന്. സർട്ടിഫിക്കറ്റിലൊന്നും ഒരു കാര്യമില്ല. കച്ചവടം മെച്ചപ്പെടണമെങ്കിൽ അതിന്റെ നാക്കറിയണം. ചില ബിസിനസ് തന്ത്രങ്ങളുണ്ട്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്നതാ. ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ശരിയാ, എത്രയോ വർഷം നമ്മുടെ ടെക്സ്റ്റൈൽസിന്റെ ചുമതല യതീന്ദ്രനായിരുന്നു. അതിന്റെ അനുഭവ പരിചയമുണ്ട്. തീർച്ചയായിട്ടും. എന്നിട്ടിപ്പോ ഒടുവിലായപ്പോ ബിസിനസിന്റെ ഗ്രാഫ് മുകളിലേക്കായിരുന്നില്ലല്ലോ. അല്ല, അത് കോമ്പറ്റീഷൻ കൂടുതലാണെന്നൊരു എക്സ്ക്യൂസ് പറയാം. അതുകൊണ്ട് കാര്യമില്ല. ഓ, നന്ദന കടയിൽ വരാൻ തുടങ്ങിയത് പിന്നെ ബിസിനസിന്റെ ഗ്രാഫ് കുതിച്ചുയർന്നെന്നായിരിക്കും ഉദയേട്ടൻ പറയാൻ വരുന്നത്. കുതിച്ചുയർന്നൊന്നുമില്ല, പക്ഷെ മാറ്റമുണ്ടായി. എന്താ നിഷേധിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിലവിലുള്ള സ്ഥിതി തുടരുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാ തുണിക്കട നന്ദന വിട്ടുതരില്ലെന്നർത്ഥം. വിട്ടുതരാൻ ഞാനത് പിടിച്ചടക്കി വെച്ചിട്ടില്ലല്ലോ ചേച്ചി. അമ്മ ഒരു ചുമതല ഏൽപ്പിച്ചു. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനത് ചെയ്യുന്നു, ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. ബാക്കിയുള്ളവർക്ക് ആത്മാർത്ഥതയില്ലല്ലോ. ഓരോ ഉത്തരവാദിത്വവും നമ്മളെ ഏൽപ്പിച്ചത് അമ്മയാണ്. ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്താൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അമ്മ വന്നിട്ടേ പരിഹാരം ഉണ്ടാക്കുമെന്നാണോ? വേണമെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം. അമ്മ ഒരിക്കലും വന്നില്ലെങ്കിലോ?
അതായത് പിണങ്ങി മാറി നിൽക്കുന്ന അമ്മ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അമ്മ ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്നൊന്ന് പറഞ്ഞു കൊടുത്തു. അവളുടെ ഒരു പോക്ക് കണ്ടില്ലേ? നന്ദനയല്ലല്ലോ, ഉദയേട്ടനല്ലേ നിന്നോട് സംസാരിച്ചിട്ട് പോയത്? പറഞ്ഞത് ഉദയേട്ടനാണെങ്കിലും അത് നന്ദനയ്ക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളുടെ ചേട്ടനോട് മറുപടി പറയാനേ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചതാ. അറിയാലോ എന്റെ നാക്കിന് എത്രത്തോളം മൂർച്ചയുണ്ടെന്ന്. അമ്മ ഇവിടുന്ന് മാറി നിൽക്കുകയാണോ അതോ ഇവര് മാറ്റി നിർത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നന്ദനയ്ക്കറിയാം ഇതേട്ടാ നിങ്ങളുടെ അമ്മ എവിടെയുണ്ടെന്ന്. എന്തടിസ്ഥാനത്തിലാണ് നീ ഇത് പറയുന്നത്? അറിയില്ലെന്ന് എതിയേട്ടൻ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? അങ്ങനെ അമ്മ ഒരു ഒളിച്ചുകളി നടത്തുന്നതിന് കാരണം വേണ്ടേ? ആ കാരണമാ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇടയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടി ബാഗും തൂക്കി പോകുന്നത് അമ്മയെ കാണാനായിക്കൂടെ? മൂന്ന് പേരും തമ്മിൽ എന്തോ രഹസ്യധാരണയുണ്ട്. ഏതായാലും അത് നമുക്ക് ഗുണകരമായിരിക്കില്ല. മുഴുവനും ആസൂത്രണം ചെയ്തത് നന്ദനയായിരിക്കും. അത്തരം തരംതാന്ന പരിപാടികൾക്കൊന്നും ഉദയേട്ടൻ നിന്നു കൊടുക്കില്ല. അത് പഴയ ഉദയേട്ടൻ. പുതിയ ഉദയേട്ടൻ വേറൊരു ജന്മോ. ദിവസവും രാവിലെ നന്ദനയ്ക്ക് വേണ്ടിയാ ഇപ്പൊ അങ്ങേര് ഉദിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മ ഒരിക്കലും അന്യഗ്രഹത്തിലേക്കൊന്നും അല്ലല്ലോ പോയത്. കീരിയും പാമ്പുമായി കഴിഞ്ഞിരുന്ന മോനും മരുമോളും അടയൻ ചക്കരയായി മാറിയത് അമ്മ അറിഞ്ഞിരിക്കില്ലേ? അവരുടെ ശീതയുദ്ധം കണ്ടിട്ടാ അമ്മ പിണങ്ങിപ്പോയത്. രണ്ടുപേരും ഒന്നായപ്പോ എന്തുകൊണ്ട് നിങ്ങളുടെ അമ്മ തിരിച്ചു വരുന്നില്ല? അമ്മ അക്കാര്യം അറിഞ്ഞു കാണില്ല. അതാ ഞാൻ പറഞ്ഞത്, അന്യഗ്രഹത്തിലല്ല പുള്ളിക്കാരി പോയതെന്ന്. ഇണക്കുരുവികളായതിനു ശേഷം ഉദയേട്ടനും നന്ദനെ ഒരുമിച്ച് അമ്മയെ പോയി കണ്ടിട്ടുണ്ട്. എന്തോ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഊഹമാണ്. എങ്ങനെ സത്യം അറിയും? നേരിട്ട് ചോദിച്ചാ പറയില്ലല്ലോ. ഒരു മാർഗമുണ്ട്. എന്താ അത്? അമ്മയെപ്പറ്റി നന്ദനയ്ക്ക് അറിയാമോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു പരീക്ഷണം. നീ എന്താന്ന് പറ. അവള് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വരണം. എന്നിട്ട് എന്താണെന്ന് അന്നേരം കാണാം. നിന്നേ. അല്ല, പക്ഷേ നന്ദനം വരുന്ന സമയത്ത് തന്നെ ലാൻഡ് ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കണ്ടേ? അതിനല്ലേ മനുഷ്യ നിങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പുറത്തോട്ട് മാറി നിന്ന് യതിയേട്ടന്റെ ഫോണിൽ നിന്ന് ലാൻഡ് ലൈനിലേക്ക് ഒന്ന് വിളിച്ചാ പോരെ? അത് കൊള്ളാം. അതെ, ഫോൺ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. ഒക്കെ പറഞ്ഞ പോലെ. ഓക്കെ. ഹലോ, അതെ. അമ്മേ, അയ്യോ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കുറച്ചു മുമ്പ് ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഉണ്ട്. എന്താ അമ്മ ഇത്? വീട്ടിലേക്ക് വരാത്തതെന്താ? അമ്മ എവിടാന്ന് പറ, ഞങ്ങൾ വന്ന് വിളിച്ചോണ്ട് വരാം. ഇല്ല, ഇവിടെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. എല്ലാം ഭംഗിയായി നടക്കുന്നു. അമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. ഉദയേട്ടൻ മുറിയിലേക്ക് പോയി. നന്ദന ഇവിടെ ഉണ്ട്. ഓ, എന്നോട് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും. അല്ലെങ്കിലും അമ്മയ്ക്ക് നന്ദനയോടാണല്ലോ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ വിളിച്ചത് നന്ദനയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
അടുത്തിരിപ്പുണ്ട്, കൊടുക്ക. അമ്മേ. ഹലോ അമ്മേ. ഹലോ ഹലോ അമ്മേ. എന്തു പറ്റി? കട്ടായി. അതെങ്ങനെയാ? ഞാനിപ്പോ സംസാരിച്ചതാണല്ലോ. ഇപ്പൊ പക്ഷെ കട്ടായി. എന്താ കാർത്തികേ? ദേ, അമ്മ ഇപ്പൊ വിളിച്ചു. അമ്മയോ? ആ, എന്നോട് സംസാരിച്ചു. നന്ദയുടെ കൈ ഫോൺ കൊടുത്തപ്പോഴേക്കും കട്ടായി. ശരിക്കും അമ്മയാണോ ചേച്ചി വിളിച്ചത്? ഇതെന്ത് ചോദ്യം നന്ദനെ? എനിക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? അമ്മ എന്താ സംസാരിച്ചത്? പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരെയും അന്വേഷിച്ചു. ദേ, അമ്മ ഇപ്പൊ വിളിച്ചൂന്ന്. അമ്മയോ? കാർത്തികേച്ചിയെ ഫോൺ എടുത്തത്. ഞാനെടുത്തപ്പോഴേക്കും കട്ടായി. എന്നിട്ട് എന്ത് പറഞ്ഞു? എവിടാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഫോൺ കട്ടായി. ഒരക്ഷരം പോലും ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അതിനെത്ര വിഷമിക്കുന്ന എന്തിനാ? അമ്മയെ തിരിച്ചു വിളിച്ചാ പോരെ? അതിന് നിന്നോട് അമ്മ നമ്പർ പറഞ്ഞു തന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ നന്ദനയ്ക്കറിയാലോ നമ്പര്. എന്താ ചേച്ചി, ഞാൻ എങ്ങനെ അറിയുന്നത്? ചുമ്മാതിരിക്കും നന്ദനെ. അമ്മയുടെ പുതിയ നമ്പർ നന്ദനയ്ക്ക് അറിയാന്ന് എനിക്കറിയാം. ഇല്ലെന്നുള്ളതാ സത്യം. ചേച്ചി എങ്ങനെ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു പുതിയ കോളർ ഐ ഡി വാങ്ങിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എന്തായി? വെറുതെയാ. നന്ദനയ്ക്കറിയാം അമ്മയുടെ നമ്പര്. രഹസ്യമായിട്ട് വിളിച്ചോളും. ഒരു മിനിറ്റ്. വൈകൂ? ഇല്ല. അമ്മയാണ് പകൽ വിളിച്ചതെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? ശബ്ദം പോലും കേൾക്കാതെ എങ്ങനെ അറിയാം അമ്മയായിരുന്നു എന്ന്? ഒന്നുകിൽ അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ വിളിച്ചത് അമ്മയല്ല. പക്ഷേ കാർത്തികേച്ചി പറയുന്നത് അമ്മയായിരുന്നു എന്നാ. പറഞ്ഞത് കാർത്തിക ആയതുകൊണ്ടാ എനിക്ക് സംശയം. അമ്മയാണ് വിളിച്ചതെങ്കിൽ ഒരു കാരണവശാലും കാർത്തിക തനിക്ക് ഫോൺ തരില്ല. ശരിയല്ലേ? പിന്നെന്തിനാ ചേച്ചി കള്ളം പറഞ്ഞത്? അതൊരു ടെസ്റ്റ് ഡോസാ. അമ്മ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാമോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ്. വിളിക്കണമെങ്കിൽ അമ്മയ്ക്ക് തന്റെ ഫോണിലേക്ക് വിളിച്ചൂടെ? അപ്പൊ നമ്പർ മനസ്സിലാക്കുമെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മ ഇവിടുന്ന് പോയിട്ട് ഇത്രയും ആയി. എവിടെയാണെന്നൊരു സൂചന പോലും ഇല്ല. ഞാനൊരു അഭിപ്രായം പറയട്ടെ. നമുക്ക് പത്രത്തിലൊരു അറിയിപ്പ് കൊടുത്തൂടെ? അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാ മാറ്റർ നമ്മൾ പത്രത്തിൽ കൊടുക്കും? കാണാനില്ല എന്നുള്ള അടിക്കുറിപ്പോടെ അമ്മയുടെ ഫോട്ടോ സഹിതൊരു പത്രവാർത്ത. മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അമ്മയുടെ കാര്യത്തിൽ നമ്മൾ മുൻകൈ എടുക്കുന്നില്ലെന്നാ കാർത്തികേച്ചിയുടെ പ്രധാന പരാതി. അതിൽ കുറച്ച് സത്യമുണ്ട്, ഇല്ലേ? ആലോചിക്കാം. നേരം എടുത്തോട്ടെ.